എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ഒരു ചെറിയ കുട്ടി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലൊരു മേഡത്തിൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ അതിനായിട്ട് പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കിടന്നുറങ്ങിയ സെറ എഴുന്നേറ്റ് വരുന്നത് രാത്രി 7 മണിയായപ്പോഴാണ് കേട്ടോ. സെറയുടെ അടുത്ത് വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനെ അവളെ റെഡിയാക്കി ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഫംഗ്ഷന് പോയത്. ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇത് ഉം, ആണുങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ അല്ല കേട്ടോ. പെണ്ണുങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് ഹൽദി കുങ്കും എന്ന് പറയും കേട്ടോ. ഇത് മെയിനായിട്ട് കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഗോവ എന്നീ സ്റ്റേറ്റുകളാണ് കേട്ടോ ഇത് മെയിനായിട്ട് ഇവർ ആഘോഷിക്കുന്നത്. ഞാനിത് ഈ ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ടല്ല പോകുന്നത്. ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഓരോ വീടുകളിലൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പം ഞാൻ പോകാറുണ്ട്. അങ്ങനെ എനിക്ക് പരിചയമാണ് കേട്ടോ ഈ ഒരു ഫംഗ്ഷന്. അപ്പം ഇതാണ് കേട്ടോ മേഡത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണർ, അതായത് നമ്മുടെ ഹസ്ബൻഡിന് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു സെറിമണി നടത്തുന്നത്. അപ്പം അവരെ ഇതിൽ പങ്കെടുപ്പിക്കാറില്ല. പിന്നെ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ അങ്ങ് മാറിപ്പോകുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുന്ന പാടെ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ സിന്ദൂരവും മഞ്ഞൾപ്പൊടിയും നമ്മുടെ നെറ്റിയിൽ അവിടുത്തെ കുടുംബനാഥ തേച്ച് തരും. അപ്പം മേഡം അങ്ങനെ തേച്ച് തരുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം പ്രസാദം നമുക്ക് തരും കേട്ടോ. അപ്പം മേഡം അതിങ്ങനെ നമുക്ക് തരാനായിട്ടൊക്കെ അങ്ങ് റെഡിയാക്കി എടുത്ത് വെക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. അങ്ങനെ ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കടന്നു കേട്ടോ. മേഡത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് മേഡത്തിൻ്റെ മോനാണ് കേട്ടോ. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പിൽ വെറ്റില, അടയ്ക്ക, അരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ഒരുമിച്ച് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ വെച്ച് തരും. പ്രസാദം തരുന്ന പോലെയാണ് കേട്ടോ. നമ്മളതങ്ങനെ സ്വീകരിക്കും. അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം മേഡം അത് അങ്ങനെ കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ സെപ്പറേറ്റ് വേറെ ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്ന വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. പിന്നെ ഒരു റിട്ടേൺ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ച് പോന്നു കേട്ടോ. നമ്മുടെ ക്വാർട്ടറിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. കാണുന്നവർ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.